നമസ്കാരം. ലേൺ മലയാളം വിത്ത് ഒന്നാം മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്നേഹത്തോടെ സ്വാഗതം. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരക്കിലാണ്. പക്ഷെ മലയാളം കൂടി പഠിക്കണമല്ലോ. നമുക്ക് 6 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. കേരള പാഠാവലിയിലെ 2 യൂണിറ്റിലായി വരുന്ന 6 പാഠങ്ങൾ. ആദ്യ യൂണിറ്റിൽ വരുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നതിൽ വരുന്ന കഥകൾ അതിമോഹനം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഇതാണ് ആദ്യ യൂണിറ്റിൽ വരുന്നത്. ഇത് മൂന്നും നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ട് ഇതിൽ നിന്ന് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട് വരുന്ന ഉപന്യാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങളോ വിശകലന കുറിപ്പുകളോ അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ വർണ്ണനാ രീതിയോ വർണ്ണനാ പാഠവം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. അതുമാത്രമല്ല സ്വഭാവ നിരൂപണം, കഥാപാത്ര നിരൂപണത്തിൽ കർണൻ, നളൻ, ഹംസം അങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ എന്നതാണ്. ഇത് നവമാധ്യമമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നവയുഗ മാധ്യമങ്ങളാണ് സോഷ്യൽ മീഡിയാസായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. റെസിഡൻറ്റ് എഡിറ്റർ, അന്നന്നത്തെ മോക്ഷം, തേൻ. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നവമാധ്യമങ്ങളും യുവതലമുറയും എന്നുള്ള അല്ലെങ്കിൽ സിനിമാസ്വാദനവും അല്ലെങ്കിൽ ഈ സിനിമയുടെ ആസ്വാദനക്കുറിപ്പ്, തേൻ എന്ന സിനിമയുടെ ആസ്വാദനക്കുറിപ്പ്, അങ്ങനെ ഈ ഭാഗത്ത് നവമാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനായിരിക്കും പ്രാധാന്യം. ആദ്യ ഭാഗത്ത് ആദ്യ യൂണിറ്റിന് ഭാഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം. നിശ്ചയമായിട്ടും നിങ്ങൾ പാഠഭാഗം വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തേത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. അതിൽ നിങ്ങളുടെ പാഠഭാഗത്തു നിന്നുള്ള ഒറ്റവാക്യത്തിൽ വരുന്ന ആൻസറുകളും ചോദ്യങ്ങളും അതുപോലെ തന്നെ പിരിച്ചെഴുതുകയോ അല്ലെങ്കിൽ വിഗ്രഹാർത്ഥമോ അങ്ങനെയുള്ള വ്യാകരണ സംബന്ധമായ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളും പിന്നീട് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും പിന്നെ 7 മാർക്കിൻ്റെയും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധാപൂർവം നിങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. കൃത്യമായിട്ടും നിശ്ചയമായിട്ടും അത് എഴുതി പ്രതിഫലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പാഠഭാഗവും അതിൻ്റെ ആശയവും കഥാപാത്രങ്ങളും അതിലെ പ്രത്യേക പ്രയോഗങ്ങളും വർണ്ണന വിശേഷങ്ങളും വാങ്മയ ചിത്രങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അടയാളപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഭംഗിയായിട്ടും പൂർണ്ണമായിട്ടും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. Thank you, children.